ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ പറമ്പിൽ താഴെ കപ്പ നട്ടതിൻ്റെ പുല്ല് പറിക്കാൻ പോവാണ്. അപ്പോൾ കാട്ടിക്കടയൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെറിയ ഇടവഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചാടി കടന്ന് നമ്മൾ പോയപ്പോഴാണ് നമ്മുടെ തോടൊക്കെ കവിഞ്ഞൊഴുകി ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടുക്ക് കയറിയുന്ന കുറച്ച് ഡാൻസ് കളിച്ച് നല്ല രസമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്തോ ഞാൻ ഇറങ്ങിയെന്ന് തോന്നുന്നു, ഭയങ്കര വെയിലുണ്ടായിരുന്നു, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ആ വെയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വെയിലത്ത് ആ വെള്ളത്തിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ മേലൊന്നും നനഞ്ഞില്ല. ഇതാണ് നമ്മുടെ മെയിൻ തോട്. അത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ വെള്ളം മഴക്കാലത്ത് മാത്രമാണ് വരുള്ളൂ, ഇല്ലാത്തപ്പോൾ ഇവിടെ മൊത്തം വറ്റി കിടക്കും, വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി കുറേ കാലിട്ട് കളിച്ച് അവിടെ ഇരുന്ന് കാലൊക്കെ ഇട്ട് ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് മീനൊക്കെ വന്ന് കാലെ കൊത്താറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോട്ടിൽ ട്രാപ്പൊക്കെ ഇട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൻറ്റി വിളിച്ചപ്പോൾ ഞാൻ കാടിൻ്റെ ഇടയിൽ നടന്ന് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നിറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോണേ. അപ്പോഴാണ് അവിടെ ഒരാൾ കിടന്നുറങ്ങണേ കണ്ടത്. എൻ്റെ ഫ്രണ്ടാണ് ഇവളുടെ പേര് ലോറ എന്നാണ്. ഇവളെ ഞാൻ കുറേ പ്രാവശ്യം കളിയാക്കാറൊക്കെയുണ്ട്. ഇവളെ മാത്രം കൂട്ടിയിട്ട് വന്നിട്ട് ഇവൾ സങ്കടമൊന്നും ആവില്ല, ഭയങ്കര തുള്ളക്ക എന്നെ കാണുമ്പോഴത്തേന്. അയ്യോ, ബാക്കിയുള്ള 2 പേരെ, അതായത് അവളെ കൊഞ്ചിക്കുമ്പോൾ അവർക്ക് 2 പേർക്ക് സൂഹിക്കില്ല, അതാണ് പരിപാടി. പിന്നെ അവിടെ ചെന്ന് പുല്ല് പറിച്ച് തുടങ്ങി. ഓരോരോ പുല്ല് പറിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കണ്ട് ആൻറ്റീനെ കുറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് എന്തേലാവട്ടെ എന്ന് എഴുതി പിന്നെ ഞാൻ കുറേ ആയിട്ട് പറിച്ച് തുടങ്ങി. ഈ കാണുന്ന മൊത്തം പുല്ലും നമുക്ക് പറിക്കാനുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ എന്തോ മടുപ്പായിരുന്നു പറിക്കാൻ, വെയിലൊക്കെ ഉള്ള കാരണം. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിച്ച് നന്നായിട്ട് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു. ആദ്യം എനിക്ക് പറഞ്ഞ ഒരു 10 ചോട് പറിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ മടിയായതാണെങ്കിൽ ഞാൻ പറിച്ചു. അപ്പത്തേനും കണ്ടേ കാർമേഘം വന്നു. അപ്പം എനിക്കൊരാശ്വാസം വന്നു. കാർമേഘം മഴ പെയ്താൽ പിന്നെ എനിക്ക് കയറിയിരിക്കാമല്ലോ, പണിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ കാർമേഘം കുറേ നേരം മഴ പെയ്യില്ലേ എന്ന് നോക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ ഒരു വെയിൽ പോലെ വന്നു. അപ്പോൾ ആ ചെറിയ വെയിൽ കണ്ടപ്പോഴത്തേനും അപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇന്ന് മഴ പെയ്യില്ലായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ കാലൊക്കെ നിറച്ച് മണ്ണായി, എനിക്ക് നടക്കാൻ പോലും പറ്റില്ല. പക്ഷേ എന്നാലും ഇനി മടിയൊക്കെ കാരണം ഞാൻ പിന്നെ കൈയൊക്കെ വേനെടുത്ത് തുടങ്ങി. എന്നാലും ഞാൻ പിന്നെ ബാക്കിയുള്ള പുല്ലും പറിച്ച് ചെറിയ വെയിൽ കളഞ്ഞപ്പോൾ എല്ലാം പറിച്ചു. അപ്പോഴത്തേനും 2 തുള്ളിയൊക്കെ 1-2 തുള്ളിയൊക്കെ മഴ പെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ 5-6 ഇല്ലിത്തോടൊക്കെ 5-6 കപ്പയുടെ ചോടൊക്കെ പറിച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതും കൂടെ പറിക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.